ഷേലിയെ ചോറിനാൻ വിളിക്കേ. അവള് കുളിക്കാം അമ്മച്ചി. സോറി, താഴെ ബാത്റൂം വെള്ളമില്ല. ഇനി നിങ്ങൾ ഇരിക്കും, അമ്മച്ചി വിളമ്പി തരാം. അമ്മച്ചി അവിടെ ഇരുന്നു, ഞാനിന്ന് വിളമ്പി തരാം. ഇല്ല, ഞാൻ വിളമ്പാ. നിങ്ങൾ ഇരിക്കും, ഞാൻ വിളമ്പാന്ന് പറഞ്ഞു. അമ്മച്ചി അമ്മച്ചി അവിടെ ഇരുന്ന് ഞാൻ വിളമ്പി തരാം. ഞാൻ വിളമ്പാൻ അത് പറ്റത്തില്ല. ഞാൻ എന്തൊരു ശല്യത്! ആരെങ്കിലും ഒന്ന് പണ്ടാടി ഞങ്ങൾ ചുട് മൂട് വിളമ്പിയേ. അതെ. ഇനി കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ ഇച്ചാന് ഞാൻ തരത്തില്ല. ഇത്തിരി തടി കൂടുതലാ. എനിക്കിട്ടോളൂ, ഞാൻ പൂർണ്ണ വളർച്ചെത്തിയ ആളാ. അത് തന്നെ തുടങ്ങി. അപ്പച്ചാ, ഈ കറി കൂട്ടി നോക്കിട്ട് പറയണേ, ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. ഇത് അസലായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ലൊരു കറി ഞാൻ കഴിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞ പിന്നെ ഇത്രയും കാലമായിട്ട് ഇത്രയും നല്ല കറി ഞാൻ കഴിച്ചിട്ടില്ല. നാളെ ഉണ്ടോ ഇങ്ങനെ പറയാൻ? അതെ, ഇതിനൊരു സഭയിൽ കൂട്ടാൻ കൊള്ളില്ലെന്നേ. ചീപ്പ് 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 എന്നെ ചാറ് ഒഴിക്കാൻ പറഞ്ഞത് എന്റെ പൊന്നെ. അത് തന്നെ, കൊറേ കൂടെ ഒഴിച്ചോട്. അപ്പച്ചാ, ഇനി ഇവിടുത്തെ കുക്കിങ്ങിന്റെ ചാർജ് ഞാൻ ഏറ്റെടുക്കാൻ പോവാ. അപ്പൊ മോൾക്ക് കോളേജിൽ പോണ്ടേ? വീട്ടുജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കോളേജ് പോയി സമയം കിടക്കല്ലേ? എടാ, നീ ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എനിക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട അമ്മച്ചി. എന്നാ മോനെ നിന്റെ മുഖം അല്ലാതിരിക്കുന്നേ? ഒന്നുമില്ല, അമ്മച്ചിക്ക് തോന്നുന്നതാ. ആ, പിന്നെ അമ്മച്ചി, ഇന്നലെ നടന്നൊരു സംഭവം കേട്ടോ. അയ്യോ, വല്ലാത്ത തലവേദന. എന്റെ വേളാങ്കണ്ണി മാതാവേ, എന്റെ കുഞ്ഞിന്റെ തലവേദന മാറ്റിയ ഞാൻ പൊന്നോണ്ടോ. എന്നാ അപ്പച്ചാ? എന്റെ മോളെ, ഈ മാസം ഇവള് നേരുന്ന 15ാമത്തെ നേർച്ചയായത്. തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇവളിങ്ങനെ നേർച്ച നേർന്ന അവസാനം ഞാൻ വേളാങ്കണ്ണി മാതാവിന്റെ തിരുമുറ്റത്തെ എന്ന് പിച്ചെടുക്കേണ്ടി വരും. അതന്നെ എന്റെ നമ്മൾ അയാളെ കൊണ്ട് പള്ളിയിലെത്താൻ കുറച്ച് വൈകിപ്പോയി. അല്ലെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. ഏയ്, അവന് എന്നാത്തിന് കൊള്ളാം? വെറും വാഴപ്പിണ്ടി. അവിടെ ഭരണം നടത്തുന്ന മുഴുവൻ ആ തള്ളയല്ലയോ? അതെന്നാത്തിനാ? സ്വന്തം ചേട്ടനെ കൊന്ന് ഇഞ്ചക്കടം മത്തായി എന്ന് അറിഞ്ഞിട്ടും അവന് വല്ല ചൂടുണ്ടായിരുന്നു. വന്ന് കല്യാണം കൂടെ വെച്ച് സുഖമായിട്ട് അവൻ തിരിച്ചുപോയി. എന്റെ ഇച്ചായോ, സത്യത്തിൽ ഈ കല്യാണം മുടങ്ങിയിരുന്നെങ്കിൽ ഇഞ്ചക്കാടൻ മത്തായി തല നിവർത്തി പിടിച്ച് നാട്ടിൽ കൂടെ നടക്കില്ലായിരുന്നു. നമുക്ക് നല്ലൊരു അവസരമാണ് നഷ്ടമായത്. അവസരങ്ങളൊക്കെ ഇനിയും ഉണ്ടാവുകടാ. നിങ്ങളുടെ അപ്പച്ചനെ പറ്റിച്ചുണ്ടാക്കിയ കാശ് ആ മത്തായി മക്കളും ഇന്ന് അനുഭവിക്കുന്നത്. അധികനാൾ അവരങ്ങനെ സൂചിച്ച് ജീവിക്കണ്ട. അന്നേ ഞാൻ ഇച്ചായനോട് പറഞ്ഞതാ, മത്തായിയെ വിശ്വസിക്കരുത് വിശ്വസിക്കരുതെന്ന്. കേട്ടില്ല? തോമാച്ചനെ മാത്രമല്ല, ഇച്ചായനെ കൂടി അവൻ തട്ടിയേനെ. പിന്നെ എന്നെ ഒരുത്തിനെ പേടിച്ചിട്ടാ. അതുകൊണ്ടല്ലേ ഇച്ചായൻ മരിച്ച ഉടനെ അവൻ പോയി പുതിയ കട തുടങ്ങിയത്. എന്തൊക്കെ പറഞ്ഞാലും നാട്ടുകാരുടെ മുമ്പിൽ മത്തായി പുണ്യാളം തന്നെയാ. ആ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് മത്തായിയുടെ തനി സ്വരൂപം നമുക്ക് കാണിച്ചു കൊടുക്കാം. അപ്പച്ചാ, കാപ്പി. മോളാണോ കാപ്പി കൊണ്ടുവരുന്നത്? ഇവിടെ വേറെ ആരുമില്ലേ? അതിനെന്താ അപ്പച്ചാ, ഞാൻ കാപ്പി കൊണ്ടുവന്നാ കുടിക്കാൻ കൊള്ളൂലേ? ഏയ്, അതല്ല മോളെ. ഇത്ര ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് മോളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കാന്ന് വെച്ചാ മോശല്ലേ? ഒരു മോശമില്ല. എന്നാലും അപ്പച്ച ഒത്തിരി കാപ്പി കുടിക്കുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാ കടയിൽ പോകുന്നതിന് മുമ്പ് എനിക്കൊരു 3 കാപ്പിയെങ്കിലും കുടിക്കണം. അതൊരു ശീലായി പോയി. കാപ്പിയേക്കാളും നല്ലത് ചായയാ. അയ്യോ, അപ്പച്ച നരച്ചല്ലോ. ആര് മരിച്ചു? മരിച്ചെന്നല്ല, മുടി നരച്ചെന്ന്. വയസ്സായില്ലേ, അപ്പൊ പിന്നെ നരക്കില്ലേ? അപ്പച്ചന് എന്താ ഡൈ ചെയ്തൂടെ? ഓ, ഇനി മുടിയൊക്കെ കറുപ്പിച്ച് ചെറുപ്പക്കാരനായിട്ട് എന്ത് കാര്യം? അതുമല്ല, ഇതൊക്കെ തേച്ച് പിടിപ്പിക്കാൻ വലിയ പാടാ. അതൊക്കെ അപ്പച്ചന് തോന്നുന്നതാ. ഇതൊക്കെ എല്ലാരും ചെയ്യുന്നതല്ലേ. ഈ നരച്ച മുടിയൊക്കെ ഒന്ന് കറുപ്പിച്ചാൽ തന്നെ മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം വരും. ഞാൻ ഇതുവരെ ഡൈ ഒന്നും ഉപയോഗിച്ചിട്ടില്ലെന്നേ. അതിനെന്താ, ഒരു പ്രാവശ്യം ഉപയോഗിച്ച് നോക്ക്. ഞാൻ അന്നക്കുട്ടിയെ കൊണ്ട് മേടിപ്പിക്കാം. അത് വേണോ മോളെ? യു വേണം. വരുന്നത് വരട്ടെ.
ബീന ചേച്ചി പറഞ്ഞത് വളരെ ശരിയാ. ആ ഈ വീടിന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം അമ്മച്ചിയാ. അങ്ങനെയൊന്നും ഇല്ല മോളെ, എല്ലാം കർത്താവിന്റെ അനുഗ്രഹമാ. ചിലപ്പോ എനിക്ക് അമ്മച്ചിയെ കാണുമ്പോ ഭയങ്കര അസൂയ തോന്നും. അതെന്തിനാ? അല്ല, ഈ പ്രായത്തിൽ അമ്മച്ചിക്ക് ഇത്രയും സൗന്ദര്യമാണെങ്കിൽ ചെറുപ്പത്തിൽ എന്നാ സൗന്ദര്യമായിരുന്നിരിക്കും. ഒന്ന് പോവട്ടെ. എന്റെ പൊന്നമ്മച്ചി, ഞാൻ പുകഴ്ത്തുമല്ല. എനിക്ക് തോന്നുന്ന കാര്യം ആരാന്ന് വെച്ചാല് ഞാൻ മുഖത്ത് നോക്കി പറയും. വേണേ ചേച്ചിയോട് വെച്ച് നോക്കിയേ, അല്ലേ? അന്നക്കുട്ടിയെ, ആ, എടി അന്നക്കുട്ടിയെ. അമ്മച്ചി അന്നക്കുട്ടി വിളിക്കണ്ട. ആ അപ്പച്ചൻ ഏതാണ്ട് മേടിക്കാൻ പോയി തോന്നുന്നു. അപ്പച്ചന് മേടിക്കാനോ? എന്തിനാ അമ്മച്ചി തിരക്കുന്നേ? അല്ല, തേങ്ങ എടുത്തൊന്ന് തിരുമായിരുന്നു. അടുക്കളയിൽ എന്തോരം പണി കിടക്കുന്നു. നേരെ ഉച്ചയായി. മോളെ, ആ ഫോണൊന്ന് നോക്ക്. ഈ അന്നക്കുട്ടി ആളെങ്ങനെയാ അമ്മച്ചി? അയ്യോ, പാവം പെണ്ണ. ഇച്ചിരി ബഹളക്കാരിയാണെന്നേ ഉള്ളൂ. എന്നെ ചോദിച്ചേ? അല്ല, അതൊക്കെ ശരിയാ. എന്നാൽ ഒരാളും തരൊക്കെ ഇല്ലയോ? അല്ല, അപ്പച്ചനാണേലും പെണ്ണിന്റെ ചിലപ്പോഴത്തെ മട്ടും ഭാവമൊക്കെ കണ്ട എനിക്ക് വെറുതെ തോന്നുന്നായിരിക്കും. ഇതാ കുഞ്ഞെ. അന്നക്കുട്ടി, അന്നക്കുട്ടി എപ്പോഴും ഈ ചാട്ടയും കൊണ്ടുവേണം കൊടുക്കാറ്? ഇത് ചെറുപ്പത്തിലെ ഇട്ട് ശീലിച്ചതാ. ഇങ്ങോട്ട് വന്നേ. എന്നാത്തിനാ ഇനി വന്നേ, കാര്യം പറയട്ടെ. കുഞ്ഞെ, ആരെങ്കിലും ഇവിടെ ഇരിക്കെ. ഇതെന്തോ ഇവിടെ ഇരിക്കാൻ? അന്നക്കുട്ടി ഇത്ര ചെറുപ്പമല്ലേ, കാണാൻ എന്തൊരു ഗ്ലാമറാ. ഒരു പാവാടയും ബ്ലൗസും ഒക്കെ ഇട്ടിങ്ങി വന്ന അന്നക്കുട്ടിയെ കാണാൻ വളരെ ഭംഗിയായിരിക്കും. അയ്യോ, അതൊക്കെ ഇടണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ തയ്പ്പിച്ചിട്ടില്ല. അതിനെന്താ, ഞാൻ ഒരെണ്ണം തരാലോ. അയ്യോ വേണ്ട കുഞ്ഞെ. അയ്യോ കുഞ്ഞു വേണ്ട, എനിക്ക് ദേഷ്യം വരുവേ. ദാ ഇങ്ങോട്ട് നോക്ക്. നോക്കാൻ. അയ്യോ അയ്യോ, എനിക്ക് നോക്കണ്ട. നോക്ക് അന്നക്കുട്ടി, എനിക്ക് ദേഷ്യം വരും കേട്ടോ. ഒന്ന് നോക്കിയേ. അയ്യോ, ഇത്രയും നല്ല ഡ്രസ്സൊക്കെ ഇട്ടാ അമ്മച്ചി വഴക്ക് പറയും. അമ്മച്ചി ഒന്നും പറയല്ല, ഞാനാ പറഞ്ഞിട്ടുണ്ട് വരാൻ. എനിക്ക് പേടിയാകുന്നു കുഞ്ഞെ. ആരൊന്നും പറയല അന്നക്കുട്ടി, ചെല്ല്. അന്നക്കുട്ടി, ഇത് ഇട്ടുകൊണ്ട് പുറത്തിറങ്ങി നടക്കരുത്. ആരെങ്കിലും കൊത്തിക്കൊണ്ട് പോവേ. ഓ, ഈ ഷേർലി കുഞ്ഞിനെ കൊണ്ട് എനിക്ക് മേല. അയ്യോടാ, ഞാൻ വരുന്നതിന് മുമ്പ് അങ്ങ് തുടങ്ങിയോ? ചെറുപ്പക്കാരനാവാനുള്ള അപ്പച്ചന്റെ ഒരു ആവേശം കണ്ടില്ലേ? മുഖത്തൊക്കെ വെച്ച് തേച്ചോ? അയ്യേ അപ്പച്ച, അത് ഇവിടെയൊക്കെ ആയി. ഇനി ഉണ്ടോ, ഞാൻ തേച്ചുതരാം. കർത്താവേ, ഇതാരോ വന്നിരിക്കുന്നത് കേട്ടപ്പച്ച. അയ്യോ, കൊള്ളാവോ? കൊള്ളാവൊന്നു. അപ്പച്ച വളരെ നന്നായിട്ടില്ലയോ? അയ്യോ, ഇതാരാത്? അന്നക്കുട്ടിയുടെ അനിയത്തിയോ? മനുഷ്യൻ ഇങ്ങനെ ഭംഗി വെക്കൂ? അന്നക്കുട്ടി, ഇതൊന്ന് പിടിച്ചേ. ഇതെന്തുവാ? പിടിച്ചേ, ഞാൻ ഇപ്പൊ വരാം. കുഞ്ഞെ, ഇതെന്തിനാ? നോക്കി നിന്നാ നിന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല. ഹേയ്, അമ്മച്ചും ചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുവായിരുന്നോ? വേറെ ആരാ അവിടെ ഇരിക്കുന്നേ? വേറെ ആരാ? അല്ല, അപ്പച്ചന്റെ മുറി ഭയങ്കര ചിരിയ സംസാരമൊക്കെ കേൾക്കുന്നു. ചിരിയ സംസാരം? ആരാ? ഞാൻ പോയി നോക്കിട്ട് വരാം. അതെ, നീ പൊങ്ങാൻ വേണ്ടി പറയല്ല. ആ. നീ ആകെ കൂടി ഒതുങ്ങി ഒരു സുന്ദരിയായിട്ടുണ്ട്. സത്യം മുതലാളി? പിന്നെ ദേ, ഈ രണ്ടടുത്ത് കൂടി ആ, ഒന്നടിച്ച് ഞാൻ കണ്ടു. തലേമേ വരുതട്ടാ. എനിക്ക് ഈ മുണ്ടും ചട്ടിയെടുത്ത പിശാശുക്കളെ കാണുന്നതേ ഇഷ്ടല്ല. അയ്യോ, ഈ മുതലാളിയുടെ കാര്യം. ഇതെങ്ങനെ എലിക്കുട്ടി ഒന്ന് കണ്ടാ മതി, പിന്നെ തുടങ്ങില്ലേ ബഹളം. അതുകൊണ്ടല്ലേ അമ്മച്ചി ഇല്ലാത്ത തക്കം നോക്കി ഞാൻ ഇങ്ങോട്ട് വന്നത്. മുതലാളി, ദാ, നീ പോയിക്കോ, പോയിക്കോ, അല്ല, ഇനി കുറച്ചും കൂടെ ഉണ്ട്. ദാ, ഇവിടെ. പോയിക്കോടി. ഇല്ല, ഞാൻ ചെയ്തോളാം മുതലാളി. വേണ്ട, നീ പൊക്കോ. നിക്കടി. അമ്മച്ചി, ഈ ഡ്രസ് എനിക്ക് ചേർച്ചയുണ്ടോ? എടി, നിന്നെ ആര് പറഞ്ഞു വേഷം കേട്ടെ? അയ്യോ, ഓ, പാവാടയും ബ്ലൗസ് ഇട്ട് കൊച്ചാകാൻ നോക്കുകയാണോ? ആരെ കാണിക്കാനടി ഇപ്പഴേ അങ്ങോട്ട് എഴുന്നള്ളിയത്? അയ്യോ, ഷേർലി കുഞ്ഞ് വന്നതാ. ഇത് ഇട്ടിട്ട് എനിക്ക് നല്ല ചേർച്ചയില്ലേ അമ്മച്ചി? ഓ, ചോർച്ച. മര്യാദയ്ക്ക് അഴിച്ചിട്ട് വെച്ച് ചട്ടയും മുണ്ടും എടുത്ത് കൊടുത്തോണം. എടാ, ഇത് നല്ല കൂട്ട്. മുതലാളി പറയുന്നത് ഇത് ഇടാൻ, അമ്മച്ചി പറയുന്നത് ചട്ടയും കൊണ്ട് വിടാൻ. ഞാൻ ആര് പറയണ കേൾക്കണം? എലിക്കുട്ടി, അമ്മച്ചി, ദേ അപ്പച്ചൻ കാപ്പ് പിടിക്കാൻ വന്നിരിക്കുന്നു.
എവിടെ പോയി? എന്നെ കണ്ടിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഈടെയായിട്ട് ചില മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതെന്താണെന്ന് പറ. എന്നെ കൊണ്ടൊന്നും പറയണ്ട. ഇവൾക്കെന്താ ചെയ്താൻ കൂടിയോ? എലിക്കുട്ടി, നീ എന്റെ തലയിലേക്ക് ഒന്ന് നോക്കി. ഒരു വെളുത്ത തലമുടി കാണിച്ചു തരാമോ? ഒരു 4-5 കൊല്ലം മുമ്പേ ഡൈ ചെയ്യേണ്ടതായിരുന്നു. ഇപ്പോ നമ്മൾ ഒരുമിച്ച് പുറത്തു പോയാലേ നീ എന്റെ അമ്മയാണെന്നേ ആൾക്കാർ പറയൂ. എന്നാ പിന്നെ മോളാകാൻ പ്രായമുള്ള ഒരെണ്ണത്തിനെ കെട്ടിക്കൊണ്ട് വാ. ഒരെണ്ണത്തിന് കൊണ്ടുവന്ന് താ. അയ്യോ, നരച്ചപ്പോഴാ ഒരു മുതുകത്ത്. അതിനിപ്പോ എന്താ ഉണ്ടായി എവിടെ? എന്താ വേണ്ടേ? നിന്നിളിക്കാതെ കാര്യം പറ. റോയ്ക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് തന്നോട് ഒരു ദേഷ്യമില്ല. വളരെ ശരിയാ. എന്ത് സൗമ്യമായിട്ടാ സംസാരിക്കുന്നേ. തന്റെ ഈ കളിയും ചിരിയും തമാശയും എന്റെ അടുത്ത് വേണ്ട. അതിന് വേറെ ആളെ നോക്കിയാ മതി. റോയുടെ പരിചയത്തിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ നോക്ക്, നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടപ്പോ താൻ എന്നോട് പറഞ്ഞു തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഓവർ സ്മാർട്ട് ആക്കാൻ ശ്രമിക്കരുത്. തനിക്ക് അല്പം ബുദ്ധി ഉണ്ടെന്ന് കരുതി ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് കരുതരുത്. ഇത്രയൊക്കെ ഫ്രീഡം കാണിക്കാൻ ഇത് തന്റെ സ്വന്തം വീടാണെന്ന് കരുതിയോ? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. അല്ലെങ്കിൽ ഹോസ്റ്റലിലേക്ക് മടങ്ങി പോകുന്നതായിരിക്കും നല്ലത്. സ്നേഹമുള്ളവരോട് ഒരല്പം സ്വാതന്ത്ര്യത്തോടെ പെരുമാറിയാൽ അത് തെറ്റാവില്ലെന്ന് കരുതി എനിക്ക് തെറ്റുപറ്റി. എന്നോട് ക്ഷമിക്കൂ. പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ വന്നിക്കാണോ? ഞാൻ ഇത്രയും നേരം പഠിക്കുകയായിരുന്നു. റിസൾട്ട് വരുമ്പോ വല്യമ്മച്ച് എന്നെ വഴക്കുറയരുത്. ബീനക്കുഞ്ഞെ, എന്താണ് കുട്ടി? ഞാൻ ബീനക്കുഞ്ഞിനോടൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്കൊരു 200 രൂപ കടം തരാവോ? അയ്യോ, അന്നുകുട്ടിക്ക് ഇപ്പൊ എന്തിനാ കാശ്? എന്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണമാ. ഒരു സാരിയെങ്കിലും വാങ്ങി കൊടുത്തില്ലെങ്കിൽ അത് എന്റെ കയ്യിൽ എവിടുന്ന അന്നുകുട്ടി? ഞാൻ വരുന്ന മച്ചി. അന്നുകുട്ടിക്ക് അമ്മച്ചിയോട് ചോദിക്കരുതോ? അയ്യോ കുഞ്ഞെ, ഞാൻ കാശ് വെച്ചാരി അമ്മച്ചിയോട് പറയല്ലേ. ഇപ്പൊ തന്നെ 170 രൂപ അധികമാ പറ്റിയിരിക്കുന്നത്. അന്നുകുട്ടി, അന്നക്കുട്ടിയുടെ ഓരോ വിഷമങ്ങൾ കാണുമ്പോഴേ സമാധാനായിട്ടിരിക്കെ. കാശ് ഞാൻ ഒപ്പിച്ചുതരാം. എങ്ങനെ കുഞ്ഞെ? അപ്പച്ചന്റെ അടുത്ത് മേടിച്ചു തരാം. കുഞ്ഞെ, എനിക്കാണെന്ന് പറഞ്ഞാൽ തരത്തില്ല. ഞാൻ മേടിച്ചു തരാന്ന് പറഞ്ഞില്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, രൂപ തന്നത് അപ്പച്ചനാണെന്നുള്ളത് അമ്മച്ചി അറിയരുത്. ഞാൻ പറയത്തില്ല, പക്ഷെ കുഞ്ഞ് പറയാതിരുന്നാ മതി. ഞാൻ പറയല്ല, നിന്നാണ് സത്യം. ഞാൻ പറയല്ല. അപ്പച്ചൻ ഡാൻസ് ചെയ്യാണോ? അല്ല, എക്സസൈസ്. എന്ന് രാവിലെ ചെയ്യാറുണ്ടോ? ഏയ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ദിവസവും കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണമെന്ന്. ആരെ കൊണ്ട് പറ്റും? വല്ലപ്പോഴൊക്കെ ചെയ്യും. ഏരിക്കുട്ടിയും ബീനിയും പള്ളി പോയിട്ട് വന്നിട്ടില്ലേ? ഇല്ല. തങ്കച്ചനും റോയിച്ചനും അവരെണീറ്റില്ലെന്ന് തോന്നുന്നു. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉറക്ക കുടിശ്ശി തീർക്കായിരിക്കും. തീർക്കട്ടെ, അതെ. തീർക്കട്ടെ, 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 തീർക്കട്ടെ. അപ്പച്ച, അന്നക്കുട്ടി അപ്പച്ചനോട് എന്തെങ്കിലും ചോദിച്ചിരുന്നോ? അതെന്താ? അവൾ എന്തെങ്കിലും എന്നോട് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നു? അല്ല അപ്പച്ച, ഒന്നുമില്ലേ? അതല്ല അപ്പച്ച. അന്നക്കുട്ടിയുടെ ഒരു കൂട്ടുകാരുടെ കല്യാണമാ. ഒരു സാരി മേടിച്ചു കൊടുത്തേക്കാമെന്ന് അന്നക്കുട്ടി മുമ്പേ ഏറ്റിരുന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ അത് മേടിക്കാൻ കാശില്ലെന്നും പറഞ്ഞ് അവിടെ കിടന്ന് കരഞ്ഞോണ്ടിരിക്കുക. അപ്പച്ച അത് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പച്ചന്റെ കയ്യിൽ നിന്ന് മേടിച്ചു തരാമെന്ന്. ഒരു സാരി വേണമെങ്കിൽ ഞാൻ കടയിൽ നിന്ന് എടുത്തു കൊടുക്കുമായിരുന്നല്ലോ. അതിനെന്തിനാ അവള് കരയണേ? സാരി ഒന്നും കൊടുക്കണ്ട അപ്പച്ച. ഒരു 10-200 രൂപ ഞാൻ കൊടുത്തേരെ. അവക്ക് ഇഷ്ടമുള്ള അവളെ മേടിച്ചോട്ടെ. മേടിച്ചോട്ടെ. ഇനി ഒരു സാരി കൊടുത്തില്ലെന്ന് വെച്ച് അവളുടെ കൂട്ടുകാരുടെ കല്യാണം ഒന്നും മുടങ്ങണ്ട. ഉം. ഉം. ഉം.